നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അവർക്ക് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നറിയാൻ കഴിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് അവർക്ക് അവരുടെ ലൈഫിൽ 2 ഡിസിഷൻസ് അവർക്ക് എടുക്കേണ്ട ഒരു സമയമാണ്. അതായത് 2 കാര്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫിലുണ്ട്. അതായത് ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ മറ്റൊരു കാര്യം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേ ബി അതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനെന്തെങ്കിലും ഒരു തടസ്സം അവരുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷെ 2 കാര്യങ്ങളും അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഓക്കെ, അവരാകെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ജസ്റ്റിസ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഈ റിലേഷൻഷിപ്പിൽ നൽകണം എന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. യെസ്, അവരിപ്പോൾ വെയിറ്റിംഗ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുള്ള കാര്യത്തിൽ അവർ ചിന്തിക്കുകയാണ്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നൽകണം എന്നെല്ലാമുള്ള ചിന്തയിലൂടെ അവർ കടന്നു പോവുകയാണ്. സ്റ്റക്ക് സിറ്റുവേഷനാണ് അവർക്ക്. അവരുടെ ലൈഫിൽ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത്രമാത്രം ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം. ഓക്കെ, യെസ്, അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഒത്തിരി തടസ്സങ്ങളാണ് അവരുടെ ലൈഫിലുള്ളത്. എങ്കിൽ പോലും അവർക്കൊരു പ്രതീക്ഷ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതായത് ഇനിയുള്ള ടൈമിൽ അല്ലെങ്കിൽ ഒത്തിരി കൂടി വെയിറ്റ് ചെയ്താലും ഈ റിലേഷൻഷിപ്പ് അവരിലേക്ക് തിരികെ വരും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളും ഈ റിലേഷൻഷിപ്പ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒത്തിരി നാളുകളായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. തീർച്ചയായിട്ടും അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മേ ബി അവർ അതിനുള്ള ഒരു തുടക്കം എന്നോണം അവരുടെ ലൈഫിൽ എന്തോ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാവുന്നതാണ്. റിലേഷൻഷിപ്പിൽ അവർ ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. യെസ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അതായത് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അതായത് നിങ്ങൾ ഒരുപാട് സിൻസിയറായിട്ട് ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. നിങ്ങൾ നൽകിയ സ്നേഹം, ആ ഒരു സിൻസിയറിറ്റി എല്ലാം നിങ്ങളിലേക്ക് തിരികെ നൽകണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് കാണുന്നത്. അതായത് ഒരിക്കലും എൻഡ് ആവുന്നില്ല. അതായത് എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും, എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നാലും, നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നില്ല. നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡ് ആവുന്നില്ല. ആ ഒരു ഇൻഫിനിറ്റ് ബോണ്ടിങ് നിങ്ങൾ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഒരു റീബർത്താണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് മനസ്സാലെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതായത് എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പോലും അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അത്ര ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന ഒരു മൊമെൻ്റാണ് ഇപ്പോൾ. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകണമെന്ന് ഡിസിഷൻ എടുക്കുന്നുണ്ടാവാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അർഹിക്കുന്ന കമ്മിറ്റ്മെന്റ് ഒരു പക്ഷെ അവർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു മാറുന്നു എന്നുള്ള കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അവർ നിങ്ങളെ എന്താണ്, ഏത് രീതിയിലെങ്കിലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർക്ക് അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് നമുക്ക് മാസ്റ്റർ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി 9 ഓഫ് കപ്സ്.
ഓക്കെ. അവരുടെ ലൈഫിൽ മേ ബി ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത അത്രയും ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്താണ് എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ഉടനെ എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരിപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം. അവരിപ്പോൾ ഒരു സ്റ്റക്ക് പൊസിഷനിലാണ് അവരുടെ ലൈഫിലുള്ളത്. എങ്കിൽ കൂടിയും ഇൻ ഫ്യൂച്ചർ അവരൊരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. റീബർത്ത് ഉണ്ടാവാണ്. ഈ റിലേഷൻഷിപ്പിലെ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എല്ലാം മാറിയിട്ട് ഒരു റീബർത്ത് ഉണ്ടാവുകയാണ്. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആയിരിക്കാം. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതിന് ഒരു പോസിബിലിറ്റിയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ ഒത്തിരി ചേഞ്ചസ് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽവിഷറാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് സ്ട്രെങ്ത് ഇല്ല, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും ഫ്യൂച്ചറിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എന്ത് തരം നെഗറ്റീവ് സിറ്റുവേഷനാണ് അവരുടെ ലൈഫിലുള്ളത് എങ്കിലും അതെല്ലാം മാറ്റി നിർത്തിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു കറേജിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്പർ 19, റെഡ് കളർ. മേ ബി നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കളർ ആയിരിക്കാം ബ്ലൂ കളർ. 1 വീക്ക്. ഓക്കെ, 1 വീക്കിനുള്ളിൽ ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ടീച്ചർ. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ലെറ്റർ ഡി, ലെറ്റർ എൽ, ജൂലൈ മന്ത്, ലെറ്റർ ജെ. വിത്തിൻ 72 hours. ഓക്കെ, ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നത് ഈ ഒരു 72 hours ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട് പലർക്കും. ഓക്കെ.